ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ബക്കിംഗ്ഹാം പാലസിലേക്കാണ് പോകുന്നത്. സോ ഇന്ന് എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അവരെൻ്റെ കൂടെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. എൻ്റെ കൂടെ സ്കൂളിലും +2 വരെ പഠിച്ചവരാണ്. സോ ഇവരാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട്സ്. ആയി പറയൂ. ഇവരെനിക്ക് പൂവൊക്കെ ആയിട്ട് സർപ്രൈസ് ആയിട്ട് വന്നത്. ഇതാണ് ജിനി. ജിനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. ഇത് ഷിയാന. ഇത് എൻ്റെ എനിക്ക് ഒരു 4 വയസ്സ് മുതൽ അറിയാവുന്ന കുട്ടിയാണ്. നിങ്ങള് അല്ല, ഈ കുട്ടീനെ എനിക്ക് ഈ കുട്ടീനെ എനിക്ക് 4 വയസ്സ് മുതൽ. ഞങ്ങള് LKG മുതൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ അര ക്ലാസ് മുതൽ ഞങ്ങൾ പള്ളിയില് മദ്രസയിലല്ലേ, ഞങ്ങള് മദ്രസയില് അര ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഗൈസ്. ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസ് കാണാൻ വന്നതാണ് ഗൈസ്. എക്സൈറ്റഡ് ആണോ ഷിയാന? എക്സൈറ്റഡ് ആണോ? കുറച്ചധികം. ഓക്കെ, ഞങ്ങള് ഓൾറെഡി ഞാനൊരു 3-4 തവണ ഈ ലണ്ടന് വന്ന് എല്ലാവരും കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ. ഷിയാന ചോദിക്കുന്നു ഞാൻ ഇവിടുത്തെ ടൂർ ഗൈഡ് ആണോ എന്ന്, എനിക്ക് വരുമാനം ഉണ്ടോന്ന് ചോദിക്കുന്നു. പക്ഷെ ഞാൻ ഇതൊക്കെ മുഴുവൻ മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. സോ ഗൈസ്, ഇതാണ് ബക്കിംഗ്ഹാം പാലസ്. നമുക്ക് ഇതിന്റെ അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെളിയിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ. ഷിയാനും ജിനിയും ഇങ്ങനെ ആദ്യമായിട്ട് അവർ ബക്കിംഗ്ഹാം പാലസ് കാണുന്നത്. സോ അവർ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങണമെന്ന് കാണുന്നു. ഞാൻ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്? അത് ആദ്യമായിട്ട് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിൽ അവർ ഓരോന്നൊക്കെ ചെയ്യുന്നു ഗൈസ്. സീതത്തോട് തെരുവുകളിൽ കൂടെ മാത്രം നടന്നുകൊണ്ടിരുന്ന കുട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ തെരുവുകളിൽ എത്തി. ഇവര് പറയുന്നത് ഒരു കയ്യിലേക്ക് എടുത്ത് ഒരു പ്രതിമ അവിടെ നിൽക്കുന്നു. മലയാളി അരിവാള് ചുറ്റികയൊക്കെ ആയിട്ട്. ഡെഫിനറ്റ് ആണ് ഗൈസ്, ഇത് മലയാളിയാണ് ഗൈസ്. ഗൈസ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? പറഞ്ഞു കൊടുക്കും. ബക്കിംഗ്ഹാം പാലസിന്റെ അവിടെ ഒരു സ്വർണ്ണ തളികയുണ്ട്. മനസ്സിലാവും? പ്രതിമ അതിന്റെ ഫ്രണ്ടിലാണ് ഗൈസ് നിൽക്കുന്നത്. ഷിയാനയ്ക്ക് എന്താണ് പറയുന്നത്? രണ്ട് വാക്ക്. നന്ദി, നമസ്കാരം. നിങ്ങൾ ലണ്ടൻ സബ്സ്ക്രൈബ് എന്റെ ചാനലിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പുതുതായിട്ട് ഇറക്കിയ ഇല്ല തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് കണ്ടു ഗൈസ്, ഇത് എനിക്ക് കൊണ്ട് തന്ന പോവാണ്. ഇനി ഞങ്ങൾ ലണ്ടൻ കാണാൻ വേണ്ടി പോവാല്ലേ. ഇനി നിങ്ങൾക്ക് ഏത് സ്ഥലം വേണമെങ്കിലും ഞാൻ അവിടെ പോകുന്നതായിരിക്കും. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ബക്കിംഗ്ഹാം പാലസിന്റെ. ഇത് 2 മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുന്നിൽ എത്തും ഗൈസ്. നിങ്ങൾ ലണ്ടനിൽ പോവാത്ത പ്രാന്ത പ്രദേശങ്ങൾ പറയൂ ഗൈസ്. ഞങ്ങള് ഇവർക്ക് വന്ന ഉടനെ ഞാൻ ഈസ്റ്റ് ജാമിൽ പോയി ഫുഡ് വാങ്ങിച്ചു. സൂപ്പർ ഫുഡ്. ഞങ്ങൾ കിഴി ബിരിയാണി വാങ്ങി, പിന്നെ ചട്ടിച്ചോറ് വാങ്ങി. എല്ലാം സൂപ്പർ ചട്ടിയിലാക്കി അപ്പോ നമ്മള് ഇത്ര നേരം കൊണ്ട് ഇത്ര സ്ഥലങ്ങളിലേക്ക് പോയുള്ളൂ ഗൈസ്. ഇനി നമ്മൾ എവിടെയാ പോകുന്നത്? ഞങ്ങൾ പോകുന്ന അടുത്ത സ്പോട്ടിന്റെ വീഡിയോ. മിഷൻ ഇമ്പോസിബിൾ കാണുന്നുണ്ട് മൂവി, ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതെ, ജിനിക്ക് വന്നപ്പോ ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണുമെന്നൊരു ആഗ്രഹം. ഇന്നത്തെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് ഗൈസ്. ഞങ്ങൾ ആലിയ ഭട്ട് കഴിച്ച കേക്ക് കഴിക്കാൻ പോവാണ്. എക്സൈറ്റഡ് ആണോ ഷിയാന? അതെ, വെരി എക്സൈറ്റഡ്. ഇനി ബാക്കി നമുക്ക് ഷോപ്പിൽ പോയിട്ട് കാണാം. ഞങ്ങൾ വഴി തെറ്റി ഗൈസ്, എന്നാലും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എത്തും. പറഞ്ഞോളൂ. ഐ വിൽ ക്യാപ്ചർ ഇറ്റ്. എന്താണ്? വാവ്, അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. ഇതാണ് ഗൈസ് ലെറ്റോ. നമുക്ക് 2-3 കേക്ക് അതോടെ എനിക്ക് ട്രൈ ചെയ്യണം.
ബ്ലൂബെറി എനിക്ക് വേണ്ട. ഇതാണ് ഗൈസ് ഇവിടുത്തെ എന്താണ് ഇതിന്റെ പേര് മെനു കാർഡ്. തൊട്ടടിക്കും. ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് ദുബായ് ചോക്ലേറ്റ് ചീസ് കേക്കോ. നിനക്ക് എന്താ വേണ്ടേ? കുറച്ച് ഉറച്ചു പറയാം സബ്സ്ക്രൈബേഴ്സിന് കേൾക്കാൻ. സോ ഗൈസ് ഇതാണ് നമ്മളുടെ എന്താണ് ഈ കേക്കിന്റെ പേര്? ഇത് ആലിയ ഭട്ട് കഴിച്ച കേക്കാണ്. നമ്മൾ എല്ലാം ആലിയ ഭട്ട് റെക്കമെൻഡ് ചെയ്ത കേക്കാണ്. ഞങ്ങളോട് പേഴ്സണലി പറഞ്ഞിരുന്നു. എന്നാൽ അത് അല്ലെങ്കിൽ ആലിയ ഭട്ട് റെക്കമെൻഡ് ചെയ്ത കേക്കാണ്. ഞാൻ നമ്മൾ ഇന്ന് ഓക്സ്ഫോർഡ് കാണാനാണ് വന്നേക്കുന്നത്. സോ യൂണിവേഴ്സിറ്റിയിലാണ് എല്ലാ ഷാഹിന് പറയും. നിങ്ങൾക്ക് ഓക്സ്ഫോർഡ് ഇഷ്ടപ്പെട്ടോ ഗൈസ്? എങ്ങനെയുണ്ട്? കൊള്ളാം. വിശ്വപുരാതനമായ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇനി വരുമോ? നൈസ് എക്സ്പീരിയൻസ്. ഭയങ്കര ടൂർ ഗൈഡ് ഈസ് വെരി നൈസ്. അതെ ഗൈസ്, വളരെ നല്ല എല്ലാ സ്ഥലത്തെക്കുറിച്ചും എല്ലാ സ്ഥലത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ. പോകാൻ വേണ്ടി 5 തവണ 10 മിനിറ്റ്. പക്ഷെ ഞങ്ങൾ മാപ്പ് നോക്കി 25 മിനിറ്റ് അവിടെ നിൽക്കും. അതായത് തെറ്റായ വഴി ഏതാന്ന് ഗൂഗിൾ മാപ്പ് പറയുന്നവരെ ഞങ്ങൾ എല്ലാ വഴി കൂടെയും പോകും. അവസാനം ശരിയായ വഴിയിലേക്ക്. വളരെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് റാഡ്ക്ലിഫ് ക്യാമറ. വിശ്വപുരാതനമായ ഒരു ബിൽഡിംഗ് ആണ്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. കുറച്ച് പറ, എന്താ ഹിസ്റ്ററി അറിയില്ല ഗൈസ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി ഗൂഗിൾ നോക്കി മനസ്സിലാക്കിക്കോ. അപ്പോൾ ബൈ. ഇനി അടുത്ത സ്പോട്ട് വെച്ച് കാണാം. എന്ത് പേരല്ലേ ഈ ചാനൽ? മെസ്സി മൈൻഡ്സ്. നല്ല പേര്.